ഹായ്, എല്ലാവർക്കും മല്ലു സീരിയൽ റിവ്യൂയിലേക്ക് സ്വാഗതം. അപ്പോൾ നമുക്ക് ഇന്നത്തെ പവിത്രത്തിൻ്റെ രസകരമായ എപ്പിസോഡൊന്ന് നോക്കി നോക്കാം കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ നമ്മുടെ രാധയുടെ വീടാണ് കേട്ടോ കാണിക്കുന്നത്. അപ്പോൾ അച്ഛൻ അവിടെ ഇരുന്ന് കള്ളു കുടിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഫിനാൻസിൽ നിന്ന് ഓട്ടോറിക്ഷ കൊണ്ടുവന്ന് കൊടുത്തിട്ടുണ്ട് കേട്ടോ. രാധയുടെ വണ്ടിയല്ലേ ഇത് എന്നും ചോദിച്ചിട്ട് അമ്മേനെ അങ്ങനെ വിളിക്കുന്നുണ്ട്. എടി എടി എന്നു വിളിക്കുമ്പോൾ എന്താ ചോറായിട്ടില്ല എന്ന് പറഞ്ഞിട്ട് വരുന്നുണ്ട് അമ്മ. അവിടെ നിന്ന് അകത്തുനിന്ന് എത്തിച്ച് നോക്കിയിട്ട് അപ്പോൾ പറയുന്നത് ചോറ് ഉണ്ണാനല്ലടി, നീ ഇതൊന്ന് നോക്കി നോക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അമ്മ വേഗം വാതിൽ തുറന്ന് നോക്കിയപ്പോൾ രാധയുടെ വണ്ടി കണ്ടിട്ട് ഭയങ്കര സന്തോഷത്തോട് കൂടിയിട്ട് കേട്ടോ. അപ്പോൾ മോളെ രാധ ഏതി വണ്ടി ഇങ്ങോട്ട് വന്ന് നോക്കി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ വന്ന് നോക്കിയപ്പോൾ കൂടെ വന്ന ആൾ പേപ്പേഴ്സോ കാര്യം ശരിയാക്കി കൊടുക്കുന്നുണ്ട് കേട്ടോ. ശരിയാക്കി ഇതൊക്കെ കൊണ്ടുവന്നിട്ടുണ്ട്. എന്നിട്ട് പറയുന്നുണ്ട് ഇന്നലെ പൈസ 5 മണിക്ക് മുന്നേ അടച്ചതുകൊണ്ട് വേഗം വണ്ടി കിട്ടിയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അതൊക്കെ ഒന്ന് ഒത്തു നോക്കി എനിക്ക് പോകായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആരാ അടച്ചേ പൈസ? നിങ്ങളല്ലേ അടച്ചേ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഞാനല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ആരാന്നറിയില്ല, അത് ഓഫീസിൽ വന്ന് നോക്കിയാൽ മതി എന്ന് പറയുന്നുണ്ട് കേട്ടോ. എന്തോന്ന് ഒത്തു നോക്കൂ എന്നിട്ട് എനിക്ക് പോകാനാന്ന് പറഞ്ഞിട്ട് അത് പേപ്പറൊക്കെ ഒത്തു നോക്കി കൊടുക്കുന്നുണ്ട് രാധ. അപ്പോൾ ഓക്കെയാണ്, ലോൺ ഫുള്ളായിട്ട് അടച്ച് കിട്ടിയിട്ടുണ്ട് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അത് കഴിഞ്ഞിട്ടപ്പോൾ രാധ എന്നാലും അത് ആരടച്ചത് അതൊന്നും എനിക്കറിയില്ല, നാളെ ഓഫീസിൽ വന്നാൽ മതി അപ്പം അറിയാമെന്ന് പറഞ്ഞിട്ട് ആൾ കയറിപ്പോണ്ട്. അപ്പോൾ അപ്പോഴും രാധ ഇത് ആരടച്ചതെന്ന് അറിയാണ്ടെങ്കിൽ നടക്കുക, എനിക്കൊന്നും മനസ്സിലാവില്ല അമ്മയെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ അമ്മ പറയുന്നുണ്ട് ഇനിയിപ്പോൾ വിക്രമായിരിക്കുമോ? വിക്രമേട്ടനെ വിളിച്ചിട്ട് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല എന്ന് പറയുന്നത്. എന്തെങ്കിലും ആവട്ടെ, വണ്ടി കിട്ടിയില്ലോ, ഇനി സമാധാനമായിട്ട് കിടന്നുറങ്ങ്, നാളെ പോയി ഓഫീസിൽ പോയി അറിയാലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഈ സമയത്ത് ഇവിടെ വിക്രു ഇങ്ങനെ കിടന്നിട്ടുണ്ട്. പക്ഷേ വിക്രുവിനാണെങ്കിൽ ഉറക്കം വരുന്നില്ല കേട്ടോ, വിശന്നിട്ട് വയ്യ. അപ്പോൾ നമ്മുടെ വേദ അപ്പുറത്ത് കിടക്കുന്നുണ്ട്. വേദന അങ്ങനെ വിളിച്ച് നോക്കുന്നുണ്ട്. അപ്പോൾ വേദ ഉറങ്ങിയിട്ടൊന്നുമില്ല, അറിയാത്ത പോലെ അങ്ങനെ കിടക്കുക കേട്ടോ. വിശന്നിട്ടും വയ്യല്ലോ എന്ന് പറഞ്ഞിട്ട്. എന്നിട്ട് മെല്ലെ എണീറ്റ് അവിടുന്ന് പതുങ്ങി പോന്നിട്ട് സുഖമായിട്ട് ഭക്ഷണം എടുത്ത് കഴിക്കുന്നുണ്ട് കേട്ടോ. ചപ്പാത്തിയും ഉരുളക്കിഴങ്ങ് വെച്ചിട്ട് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടല്ലോ, അപ്പോൾ അതിരുന്ന് കഴിക്കട്ടോ. നല്ല ആസ്വദിച്ച് കഴിക്കണം, നല്ല ചിരിച്ചിട്ട്. അപ്പോൾ പിന്നൊരു ശബ്ദം, കുറച്ച് വെള്ളം കുടിക്കേ ഇല്ലെങ്കിൽ ചപ്പാത്തി തൊണ്ടയിൽ കൊടുക്കുന്നു. അപ്പോൾ തിരിഞ്ഞു നോക്കിയപ്പോൾ വേദ അപ്പോൾ ആകെ നാണക്കേടാ കേട്ടോ. ഇതാണ് പറയണില്ലേ, ഭക്ഷണത്തിന് മുന്നിൽ വാശിയൊന്നും ഇല്ല എന്നല്ലേ വിക്രു എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ. എന്നിട്ടപ്പോൾ വിക്രു അത്ര വലിയതാണെങ്കിൽ പിന്നെ എന്തിനാന്ന് ഉച്ചത്തെ ചോറ് വെള്ളത്തിൽ അല്ല വേസ്റ്റിലിട്ടേ എന്നൊക്കെ ചോദിക്കുന്നു. അയ്യോ തമാശ പറഞ്ഞതായിരുന്നോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ വേദ. ഭാഗ്യം, എനിക്ക് സംശയം തോന്നിയിട്ട് ഞാൻ 2 ചപ്പാത്തി കൂടുതലുണ്ടാക്കി എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ വിക്രു ഇങ്ങനെ ചിരിച്ചിട്ട് ഇരുന്നിട്ട് ഇതൊക്കെ കഴിക്കുന്നുണ്ട്. അത് കഴിഞ്ഞ് പാത്രം കഴുകി വയ്ക്കുമ്പോൾ അവർ തമ്മിലുണ്ടായിട്ടുള്ള വീഴ്ചയും കാര്യങ്ങളൊക്കെ ഇങ്ങനെ ആലോചിച്ചിട്ട് വിക്രു ചിരിക്കുന്നുണ്ട് കേട്ടോ. മറ്റേ പാട്ടൊക്കെ അമത്തുമ്മയ്ക്ക് അവനെയും ബന്ധുവും എന്നൊക്കെ ആലോചിച്ചിട്ട്. ഈ സമയത്ത് വേദ ഇങ്ങനെ ഉറങ്ങിയിട്ടുണ്ട്. വേദിയും ഇപ്പം ഇങ്ങനെ സ്വപ്നം കാണുന്നുണ്ട്, 2 പേരും കൂടി കളിയും കാര്യങ്ങളൊക്കെ കേട്ടോ. പിറ്റേ ദിവസം രാവിലെ രാധ നേരത്തെ ഓട്ടോ സ്റ്റാൻഡിലേക്ക് വന്നിട്ടുണ്ട്. ഓട്ടോ നിർത്തിയിട്ട് ഓടി വന്നിട്ട് നമ്മുടെ ജീനേനെ പിടിച്ചിട്ട് ജീനയുടെ കയ്യിൽ പേപ്പറും ചായയൊക്കെ ഉണ്ടായിരുന്നു, അതൊക്കെ മേടിച്ച് അവിടെ വെച്ചിട്ട് കെട്ടിപ്പിടിക്കുന്നുണ്ട് കേട്ടോ. താങ്ക് യു ഡി, എനിക്ക് നീ അറിയാം, നീ അല്ലാതെ എന്നെ ആരും സഹായിക്കാൻ ഉണ്ടാവില്ല എന്നൊക്കെ പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നീ എങ്ങനെ എവിടുന്ന് പൈസ അത് കണ്ടെത്തിയെന്നൊക്കെ ചോദിക്കുന്നുണ്ട്. ഞാൻ മുഴുവൻ കണ്ടെത്തിയിട്ടില്ല, സംഭവം ഞാൻ ഇറങ്ങി തിരിച്ചു എന്നുള്ളത് സത്യമാണ്, പക്ഷേ പകുതി എനിക്ക് പറ്റിയുള്ളൂ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ബാക്കി പകുതി നീ നന്ദി പറയേണ്ടത് എന്നോടല്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അതാരാ ചോദിക്കുമ്പോൾ പറയുന്നുണ്ട് നമ്മുടെ വേദന കല്യാണം കഴിക്കായിരുന്നില്ലേ ചേട്ടൻ ദർശൻ, അദ്ദേഹമാണെന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ രാധയ്ക്ക് അത് പിടിച്ചില്ല, എന്തിനാ അവരെ ഒന്നും അറിയിക്കണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഈ ഫിനാൻസിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കുന്നത് ആളാണെന്ന് ഞാൻ അറിഞ്ഞു. അപ്പോൾ ഈ ഫിനാൻസിൻ്റെ ആളായിട്ട് സ്വാധീനിക്കാൻ കഴിവുള്ള ഒരാൾ വേണ്ടേ, അത് കാരണം ഞാൻ ആളെ പോയി കണ്ടു വിവരങ്ങളൊക്കെ പറഞ്ഞു എന്നിട്ടൊക്കെ പറഞ്ഞു കൊടുക്കുന്നുണ്ട് കേട്ടോ ജീന. അപ്പോൾ രാധയ്ക്ക് അത് അത്ര പിടിച്ചില്ല. രാധ എന്നിട്ട് പറയുന്നുണ്ട് എന്നാൽ നീ ഇവിടെ നിൽക്കും, ഞാൻ അപ്പോൾ വരാമെന്ന് പറഞ്ഞിട്ട് പോകുന്നുണ്ട്. നീ എവിടേക്ക് വയ്ക്കുമ്പോൾ അതൊക്കെ ഞാൻ വന്നിട്ട് പറയാമെന്ന് പറഞ്ഞിട്ട് നമ്മുടെ രാധ പോകുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രു രാവിലെ വേദ രാവിലെ എനിക്ക് നോക്കുമ്പോൾ വിക്രുവിനെ കാണാനില്ല. അപ്പോൾ വന്ന് നോക്കുമ്പോൾ ഹോളിൽ കമന്നടിച്ച് കിടന്ന് ഉറങ്ങുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രമാദിത്യ എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട്. അപ്പോൾ വിളിച്ചു, എന്താ നിനക്ക് അവിടെ എവിടെയെങ്കിലും പോയി കിടന്നാൽ പോരെ, സമയം എത്രയെന്ന വിചാരം, എനിക്ക് വേണമെങ്കിൽ പല്ല് വെച്ച് വന്നൊരു കാപ്പി ഇട്ട് തരാം, അത് പറയാനെ വിളിച്ചേ. അച്ഛമ്മ നിങ്ങൾക്ക് ഇട്ട പേര് ശരി തന്നെയാണ്, വെട്ടുപോത്ത് എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം എന്നൊക്കെ പറഞ്ഞിട്ട് ഇരിക്കുന്നുണ്ട് വിക്രു. എന്നിട്ട് എനിക്ക് പോയി പല്ല് തേപ്പും കുളിയൊക്കെ കഴിഞ്ഞിട്ടോ പിന്നെ വരുന്നത്. അപ്പോൾ എൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ അവിടെ വന്നിരുന്നിട്ട് ചായ കാപ്പി എന്ന് പറയുന്നുണ്ട്. എടുത്ത് കുടിക്കാൻ കഴിയില്ലെങ്കിലേ കുടിക്കണ്ട എന്ന് ശബ്ദം കേട്ടു. അത് ഇവിടെ നിന്ന് കാണാമല്ലോ എന്ന് പറയുന്നുണ്ട്. ശരിക്കും നോക്ക് വിക്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ അവിടെ ഒരു കുപ്പി ഗ്ലാസ്സിൽ അടച്ചു വെച്ചിട്ടുണ്ട്. അപ്പോൾ വിക്രം അതെടുത്ത് അയ്യേ ഇതാറിപ്പോയി എന്ന് പറയുന്നുണ്ട്. പല്ല് തേച്ച് കഴുകി വരാമെന്ന് പറഞ്ഞാൽ ആൾ പോയിട്ട് കുളിയും തേവാരൊക്കെ കഴിഞ്ഞിട്ട് 1 മണിക്കൂർ കഴിഞ്ഞിട്ട് വരലൊന്നും ഞാൻ അറിഞ്ഞില്ലല്ലോ എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇനി അത് എനിക്ക് വേണ്ടത് എന്ന് പറയും. എന്നാൽ പിന്നെ അത് ഒഴിച്ച് കളഞ്ഞിട്ട് ക്ലാസ് കഴിയേക്ക് എന്ന് പറഞ്ഞിട്ട്. നീ എന്നെ ഒരുപാട് വൃത്തി പഠിപ്പിക്കല്ലേ എന്ന് പറഞ്ഞു. വൃത്തിയില്ലാത്ത പഠിപ്പിച്ചിട്ട് കാര്യതേ, ഇന്നലെ ഇട്ട പാത്രം അതൊന്നും കഴുകി വയ്ക്കാൻ തോന്നിയോ എന്ന് ചോദിക്കുന്നുണ്ട് കേട്ടോ. ഞാൻ കഴിച്ചതൊന്നല്ല എന്ന് പറഞ്ഞു. നിങ്ങൾ കഴിച്ചതല്ല, നിങ്ങൾ ഉണ്ടാക്കിയ ഉപ്പുമാവില്ലേ അതിൻ്റെ പാത്രങ്ങൾ, അത് കണ്ടില്ലേ, അടി പിടിച്ചിട്ട് എത്ര ബുദ്ധിമുട്ടിയെന്നറിയോ.
നന്നായി പോയി എന്ന് പറയുന്നുണ്ട് വിക്രു. അപ്പോൾ അതെങ്ങനെ നിങ്ങളെ വൃത്തി പിടിച്ച് രാവിലെ എണീറ്റിട്ട് കുളിച്ച് ഡ്രസ്സ് വിട്ട് ഒരുങ്ങി നടന്നാൽ പോരാ, വൃത്തി വേണം എന്ന് പറയും. അതിനെങ്ങനെയാണ് ഇവിടുന്ന് പോകുന്നത് ആൾക്ക് ചല്ലിക്കല്ലേ, ഇത്രയൊക്കെ പ്രതീക്ഷിച്ചാൽ മതി, പറഞ്ഞിട്ട് കാര്യമൊന്നുമില്ല എന്ന് പറയുന്നുണ്ട് കേട്ടോ വേദ. അപ്പോൾ നിന്നെന്ന് ഞാൻ എന്നും പറഞ്ഞിട്ട് അങ്ങോട്ട് കൂടെ നോക്കിയിട്ട് കണ്ടു പോയിട്ട് ചൂലെടുത്തപ്പോൾ വേദ തടയുന്നുണ്ട് കേട്ടോ. എന്നാലും അത് കൂടി ഇത് കൂടിയൊക്കെ വീശി അടിക്കുന്നുണ്ട് ചൂലിൻ്റെ കട വെച്ച് പിടിച്ചിട്ട്. എന്നിട്ട് അങ്ങനെ അടിച്ചടിച്ച് ഓങ്ങി വേദ ഓടി അവിടുന്ന് ഹാളിലേക്ക് എത്തി. പിന്നാലെ എൻ്റെ വിക്രു അടിക്കാൻ. അങ്ങനെ വേദ സോഫയുടെ കാലുമേ തട്ടിയിട്ട് വീണപ്പോൾ വേദ കരച്ചിൽ തുടങ്ങി കേട്ടോ. അപ്പം ഈ സമയത്ത് അച്ഛനും ബാക്കിയിൽ പോയവരൊക്കെ 2 ഓട്ടോറിക്ഷകളായിട്ട് മടങ്ങി വന്നിട്ടുണ്ട്. അപ്പം അച്ഛൻ ഇറങ്ങി ആദ്യം അച്ഛൻ്റെ ഓട്ടോറിക്ഷയുടെ പൈസ കൊടുത്തു കേട്ടോ. പിന്നാലത്തെ ഓട്ടോറിക്ഷയിലായിരുന്നു നമ്മുടെ നന്ദിനി വിനായകനൊക്കെ. അപ്പോൾ പൈസ കൊടുത്തില്ല. വിനായകൻ അവിടെ അറിയാത്ത പോലെ നിൽക്കുക, പൈസ കൊടുക്കില്ലല്ലോ. അപ്പം അച്ഛൻ ഈ ഓട്ടോറിക്ഷയുടെ പൈസയും കൊടുത്തിട്ട് രണ്ടാമത്തെ ഓട്ടോറിക്ഷയുടെയും പൈസയും കൊടുത്തു കേട്ടോ. അപ്പോൾ നമ്മുടെ വിശേഷം പറയേണ്ട അച്ഛൻ കൊടുത്തു. അതെയല്ലേ ഇനി പോവാം എന്ന് പറഞ്ഞിട്ട് ചിരിച്ചിട്ട് എനിക്ക് കയറി വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഇവിടുന്ന് നോക്കിയപ്പോൾ വേദന കരച്ചിലേക്കാണ്ട് വീണപ്പോൾ ഗംഭീര കരച്ചിൽ തുടങ്ങി. അപ്പോൾ ഇവർ നോക്കിയപ്പോൾ വീട് പൂട്ടിച്ചുകൊണ്ട് വേദന കരച്ചിലും കേൾക്കണ്ടിട്ടുള്ളൂ. അയ്യോ വേദന കരച്ചിലല്ലേ കേൾക്കണേ എന്ന് പറയുന്നുണ്ട് അമ്മ. അപ്പോൾ അച്ഛൻ വേഗം ഒന്ന് നിന്നിട്ട് വേഗം വാതിൽ തുറക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രുവിനോട് ഇവിടെ വേദ പറയുന്നുണ്ട്, ഒന്ന് പിടിക്കും മനുഷ്യ, എൻ്റെ കാല് പോയി മനുഷ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം വിക്രു ആദ്യം അത് നിൽക്കുന്നുണ്ട്. എന്നിട്ട് പിന്നെ കൈ ഇങ്ങനെ കൊടുത്തു വേണ്ടാത്ത എത്തില്ലേട്ടോ. എന്നിട്ട് വേദ അതിന് തൂങ്ങി വലിക്കണ്ടേ, എനിക്കാൻ പറ്റുന്നുണ്ട്, ഒന്ന് എടുക്കും മനുഷ്യ, എൻ്റെ കാല് വേദനിച്ചിട്ട് വയ്യ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ വിക്രം അവസാനം എന്തൊരു കഷ്ടകാലമാണാവോ എന്നൊക്കെ പറഞ്ഞിട്ട് വേദന പൊക്കി എടുത്തിങ്ങനെ നിൽക്കുന്നുണ്ട്. എടുത്ത് നിൽക്കലും അച്ഛനും എല്ലാവരും വാതിൽ തുറക്കലും എടുത്തിങ്ങോട്ട് തിരിഞ്ഞ വശം എല്ലാവരും കൂടെ മുമ്പിലേക്ക് വേദന എടുത്തിട്ടാണ് നിൽക്കണം. വിക്രുവിന് ആകെ നാണക്കേടായി. ഇത് കണ്ടപ്പോൾ നമ്മുടെ ശ്രീചേട്ടത്തിയും വിശ്വേട്ടനൊക്കെ ഗംഭീര ചിരിക്കാൻ തുടങ്ങിയിട്ടാണ്. വിനായകൻ്റെ കയ്യിൽ നിന്ന് ബാഗൊക്കെ വീണു. നന്ദിനിക്ക് ഒട്ടും പിടിച്ചിട്ടില്ല. അച്ഛൻ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാണ്ട് അച്ഛൻ അങ്ങനെ നിൽക്കുന്നുണ്ട്. അച്ഛൻ അങ്ങോട്ട് കയറിപ്പോയി. അമ്മ ഇത് മനസ്സിലാവാത്ത രീതിയിൽ വിധത്തിൽ അമ്മയും നിൽക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് വീണപ്പോൾ കാല് അങ്ങനെ എങ്ങനെയെന്നൊക്കെ പറഞ്ഞ് നിൽക്കുന്നുണ്ട് വിക്രു. അപ്പോൾ അമ്മ പറയുന്നുണ്ട്, അകത്ത് കൊണ്ട് കിടത്ത് വിക്രം എന്ന് പറയുന്നുണ്ട് കേട്ടോ. ഇങ്ങനെ നാണം കെട്ട് നിൽക്കണ്ടേ എന്ന് പറഞ്ഞിട്ട് അമ്മ അങ്ങോട്ട് പോയി. അപ്പോൾ വിശ്വേട്ടൻ വന്നിട്ട് ഇങ്ങനെ ശബ്ദം ഒരു പോലെ ആക്കി പറച്ചിൽ പറഞ്ഞിട്ട് വിശ്വേട്ടനും പോയിട്ടോ. അപ്പോൾ വിശ്വേട്ടാ എന്നിങ്ങനെ വിളിക്കുന്നുണ്ട് നമ്മുടെ വിക്രു. അത് കഴിഞ്ഞിട്ട് വിനായകൻ വന്നിട്ട് പറയുന്നുണ്ട്, നീ ആൾ കൊള്ളാലോടാ, പുറത്ത് ആരും ശല്യം ചെയ്യാതിരിക്കാൻ പുറത്തുനിന്ന് പൂട്ടിയിട്ട് നീ ബാക്ക് കൂടെ വന്ന് കയറിയില്ലേ, കോച്ച് കള്ളൻ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങോട്ട് പോയിട്ടോ. അപ്പോഴും വേദന നിലത്ത് വെച്ചിട്ടില്ല, വേദന ഇങ്ങനെ അള്ളി പിടിച്ചിരിക്കുക തന്നെയാണ്, കരഞ്ഞിട്ടിൻ്റെ കാലേന്നും പറഞ്ഞിട്ട് കേട്ടോ. അപ്പോൾ ശ്രീചേട്ടത്തിയോട് വേദ പറയുന്നുണ്ട്, ശ്രീചേട്ടത്തി ശരിക്കും എൻ്റെ കാല് വേദനിച്ചിട്ട് പോയി ശ്രീചേട്ടത്തി എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പോൾ ശ്രീചേട്ടത്തി ചിരിച്ചിട്ട് വിക്രുവിനോട് പറയുന്നുണ്ട്, ഒന്ന് അകത്ത് കൊണ്ട് കിടത്ത് വിക്രം അമ്മ പറഞ്ഞ പോലെ എന്ന് പറഞ്ഞിട്ട് ശ്രീചേട്ടത്തി അങ്ങോട്ട് പോയിട്ടോ. അപ്പോൾ നന്ദിനിച്ച് പറയുന്നു, നിൻ്റെ കാല് വേദന നാളൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ടടി, ഞങ്ങളല്ലപ്പോൾ കീരിയും പാമ്പും അല്ലാത്ത ഭയങ്കര റൊമാൻറ്റിക്കും അല്ലേ എന്ന് പറയുന്നുണ്ട് കേട്ടോ. അപ്പം നമ്മുടെ വേദ പറയുന്നുണ്ട്, മറ്റേ പടത്തിലെ പ്രകാശ് രാജ് നവ്യനെ കാണുമ്പോൾ പറയണില്ലേ റൊമാൻസ് വരുന്നതാന്ന്, അതുപോലെ വിക്രുവിനെ എന്നെ കാണുമ്പോൾ റൊമാൻറ്റിക് വരിക ചേച്ചി, ഇന്നലെ രാവിലെ മുതലേ റൊമാൻറ്റിക് ആയിരുന്നു. അപ്പോൾ നന്ദിനി എടുത്തി ഒട്ടും സഹിച്ചില്ല, എന്നും പറഞ്ഞിട്ട് നന്ദി എടുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വേദം പറയുന്നുണ്ട്, ഇവിടെ ഇല്ല എന്നെ അവിടെ ആ റൂമിൽ കൊണ്ട് കിടത്ത് എന്ന് പറയുന്നുണ്ട്. അങ്ങനെ കാട്ടിൽ കൊണ്ട് ഒറ്റയിടല്ല വിക്രു. അപ്പോൾ വേദമ്മ പിന്നെയും കരയുന്നുണ്ട് കേട്ടോ. അയ്യോ എൻ്റെ കാല് കളഞ്ഞില്ലേ മനുഷ്യാന്നൊക്കെ ചോദിച്ചിട്ട് കേട്ടോ. അപ്പോഴേക്കും അമ്മ ഇവിടുന്ന് ഓടിച്ചെല്ലുന്നുണ്ട്. അപ്പോൾ അങ്ങനെയാണ് കേട്ടോ, നല്ല രസകരമായ എപ്പിസോഡാണ് ഇന്ന് പവിത്രത്തിൻ്റെ. അപ്പോൾ അടുത്ത എപ്പിസോഡായിട്ട് വീണ്ടും വരാം കേട്ടോ. ഓക്കെ ബൈ.